സംസ്ഥാനത്ത് SIR പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തായത് തിരുവനന്തപുരം ജില്ലയിലാണ്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പട്ടികയ്ക്ക് പുറത്തായ 8 ലക്ഷത്തിലധികം വോട്ടർമാരിൽ 3 ലക്ഷവും തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ മാത്രമായി 1,60,000-ലധികം വോട്ടുകൾ കുറഞ്ഞു എന്നാണ് കണക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെക്കുന്ന ആശങ്കകളുടെ ആക്കം കൂട്ടുന്ന കണക്കുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട 7 മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൽ തന്നെ 40,000-ന് മുകളിൽ വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതായത് തിരുവനന്തപുരം സെൻട്രലിൽ 47,647, വട്ടിയൂർക്കാവിൽ 42,580, നേമത്ത് 38,063. ഈ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിൽ വലിയ തരത്തിൽ, അതായത് ഇത്രയധികം വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വരുന്ന, അല്ലെങ്കിൽ അവർ പുറത്താകുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം കഴക്കൂട്ടം, നെയ്യാറ്റിൻകര, കോവളം, പാറശാല മണ്ഡലങ്ങളിൽ 20,000-ലധികം വോട്ടുകൾ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് ഒരു തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച ഒരു പൊതുവിലുള്ള ചിത്രം. ഇവിടെ രാഷ്ട്രീയമായ ചില ആശങ്കകൾ ഉയരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തിരുവനന്തപുരത്തെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും, അതായത് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ഈ മണ്ഡലങ്ങളിലായി ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ ആകെ കുറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്ന നിലപാടിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം ഒക്കെ ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അടക്കം പലപ്പോഴും നടന്ന ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകളൊക്കെ അവർ അറിയിച്ചതാണ്. പക്ഷേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴും അതുതന്നെയാണ് സ്ഥിതി എന്നതാണ് ഇതിൻ്റെ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ സംസ്ഥാനത്ത് സന്ദർശനത്തിനെത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തടക്കം നിലനിൽക്കുന്ന ആശങ്കകൾ അത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം അത് രാഷ്ട്രീയമായ ചില അസ്വാഭാവികതകൾ കൂടിക്കൊണ്ടാണ് എന്ന ഒരു പ്രചാരണം ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പായി എത്രമാത്രം വേഗത്തിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കപ്പെട്ട ആളുകളെ പരമാവധി അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കും, അതിനുള്ള എന്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കും എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.